കേരള സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അധിക്ഷേപിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ്, എഴുത്തും വായനയും അറിയാത്തവർ പറയുന്നത് അനുസരിക്കേണ്ട കാര്യമില്ലെന്നും പരാമർശം. ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ അധിക്ഷേപ പരാമർശം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേർന്നു. ഉമേഷ്, ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്താണ് വി സിയുടെ ചുമതല, വി സിയുടെ ഉത്തരവാദിത്തം. അങ്ങനെ ഹൈക്കോടതി നിന്നൊരു തിരിച്ചടി കിട്ടിയതിലെ പ്രകോപനമാണോ വി സിയെ കൊണ്ട് ഇത്ര കടുത്ത അധിക്ഷേപം പറയിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തെ തുടർന്നായിരുന്നു ഇന്ന് പ്രത്യേക യോഗം, ജീവനക്കാരുടെ യോഗം വി സി വിളിച്ചത്. ഈ യോഗത്തിൽ നിന്ന് ഇടത് ജീവനക്കാരുടെ സംഘടന വിട്ടുനിൽക്കുകയും ചെയ്തു. മറ്റ് മൂന്ന് സംഘടന, അതായത് കോൺഗ്രസ് അനുകൂല സംഘടന, BJP അനുകൂല സംഘടന, CPI അനുകൂല സംഘടന എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിലാണ് വി സി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ വളരെ രൂക്ഷമായും അധിക്ഷേപപരവുമായ പരാമർശങ്ങൾ നടത്തിയത്. ഈ അംഗങ്ങൾക്ക്, അതായത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എഴുത്തും വായനയും അറിയാത്തവരാണ്, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടതില്ല. ഒപ്പം ചില വ്യാജരേഖകൾ രജിസ്റ്റർ കോടതിയിൽ ഹാജരാക്കി, ആ രീതിയിലാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ട്, അതായത് ജീവനക്കാർക്കൊപ്പം ഞാനുണ്ട്, എനിക്കൊപ്പം നിന്നാൽ മതി, എല്ലാ സംരക്ഷണവും ഒരുക്കാം എന്നുള്ള നിർദ്ദേശമാണ് ഈ ജീവനക്കാരുടെ സംഘടനാ യോഗത്തിൽ ഇന്ന് വി സി പറഞ്ഞത്. എന്തായാലും രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായത്. ഒരുപക്ഷെ അതും ഒരു കാരണമായിട്ടുണ്ടാകാം. ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ വി സി സിൻഡിക്കേറ്റ് പറയുന്നത് പോലെ അനുസരിച്ചാൽ മതിയെന്ന് ഹൈക്കോടതി സസ്പെൻഷൻ വിഷയത്തിലടക്കം ആ ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് കടുത്ത അധിക്ഷേപ പരാമർശം നിലവിലിപ്പോൾ വി സി മോഹൻ കുന്നുമ്മൽ നടത്തിയിരിക്കുന്നത്.